ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പക്കൽ പണമൊന്നുമില്ല. ആ പണമില്ല എന്നുള്ളത് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് നമുക്ക് കാണാം. ആശാ വർക്കർമാരെന്ന് പറയുന്ന ഒരു വിഭാഗം, അവർ സ്ത്രീകൾ, പാവപ്പെട്ട സ്ത്രീകളാണ്. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ആ ജോലി ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ദിവസം 233 രൂപ ശമ്പളത്തിന് ആരെങ്കിലും ജോലി ചെയ്യും? ഇന്ന് ഒരു കൂലിവേലയ്ക്ക് പോകുന്ന ഒരാൾക്ക് 1000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം കിട്ടും കേരളത്തിൽ. അതുകൊണ്ടാണല്ലോ ഈ നമുക്ക് ആസാമിൽ നിന്നും അതുപോലെ ബംഗാളിൽ നിന്നും ഒക്കെ ആളുകൾ ഗൾഫിൽ പോകുന്നതിന് തുല്യമാണ് കേരളത്തിലേക്ക് വരുന്നത്. നമ്മൾ ഇവിടുന്ന് ഗൾഫിൽ പോകുന്നതിന് തുല്യമായിട്ടാണ് അവർ കേരളം കണക്കാക്കി കേരളത്തിലേക്ക് വരുന്നത്. അവർക്ക് ശമ്പളം കിട്ടും. അപ്പം 233 രൂപയ്ക്ക് ഡെയിലി ജോലി ചെയ്യാൻ തയ്യാറാവുന്ന ഈ സ്ത്രീകൾ, ഈ സഹോദരിമാരെ, അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഗവൺമെൻറ് ആലോചിച്ചു. അവർക്ക് ആകെ ഒരു മാസം കിട്ടുന്ന തുക എന്ന് പറയുന്നത് 7000 രൂപയാണ്. 7000 രൂപ കൊണ്ട് ആർക്കെങ്കിലും ഒരു കുടുംബം പുലർത്താൻ പറ്റുമോ? അവരുടെ വീട് നോക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമോ? അവരുടെ കരച്ചിൽ, വിലാപം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് കുറേ ദിവസങ്ങളായിട്ട്. ആ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതൊക്കെ ഈ ക്യാബിനറ്റ് കൂടുന്ന സ്ഥലത്തേക്ക് ഇത് കേൾക്കാം, ഈ വിലാപം കേൾക്കാം. അപ്പോൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പണമൊന്നും ഇല്ലേ എന്ന് നിലവിളിക്കുകയാണ്. ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു നിലവിളിക്കാതെ കൊടുത്ത പണം ചെലവാക്കാൻ. ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം. പിന്നെ നിലവിളിക്കുന്നത് ഗവൺമെൻറ് നിലവിളിക്കണം. കാരണം ഗവൺമെൻറ്റിന് കിട്ടേണ്ടതാണ്, അത് വാങ്ങണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെയുള്ള കെടുകാര്യസ്ഥതയും അഴിമതിയും നമ്മളൊന്ന് കാണണം. ഇപ്പോൾ കേരളത്തിൽ 21 PSC അംഗങ്ങളുണ്ട് കേട്ടോ. കേരള PSC പബ്ലിക് സർവീസ് കമ്മീഷനിലെ 21 അംഗങ്ങളാണ്, ചെയർമാൻ ഉൾപ്പെടെ. ഈ 21 അംഗങ്ങൾക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വളരെ വലിയ ശമ്പളമാണ് കൊടുത്തേക്കുന്നത്. ഈ 21 അംഗങ്ങൾ, ഈ വെള്ളാനകൾ എന്തിന് എന്നൊന്ന് ചിന്തിക്കണ്ടേ? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രത്തോളം അംഗങ്ങളില്ല. ഏറ്റവും കൂടുതൽ ഇത് കഴിഞ്ഞാലുള്ളത് 9 അംഗങ്ങൾ വരാണ് ഓരോരുത്തരും. ഇവിടെ ഒരു 10 ആയിക്കോട്ടെ, ഈ 11 വെള്ളാനകളെ എങ്കിലും ഒന്ന് ഇറക്കി വിടാമല്ലോ. ഇറക്കി വിട്ടിരുന്നെങ്കിൽ എത്ര കോടി രൂപയുടെ ലാഭം ഉണ്ടാവും ഒരു വർഷം പബ്ലിക് എക്സ്ചെക്കറിന്? ഇവിടുത്തെ പാവങ്ങളുടെ, സാധാരണക്കാരെ, ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ ഈ നികുതി പണം കൊണ്ടാണ് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. ഇവർക്കൊക്കെ തിന്നു കൊഴുക്കാൻ നാണമില്ലേ ഇത് വാങ്ങാൻ? ഇവരൊക്കെ ആരാണ്? ഭരിക്കുന്ന പാർട്ടിയുടെ, അതായത് ഇപ്പോൾ LDFന്റെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഏത് ഈക്വൽ പാർട്ടിക്കും ഉണ്ട് ഓരോ അംഗമെങ്കിലും കിട്ടും PSC അംഗം. അത് ഏറ്റവും വലിയൊരു മേച്ചിൽപ്പുറമായിട്ട് മാറിയേക്കാണ്. കാരണം ഇത് വിറ്റ് കാശ് വായിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ പേര് വന്നിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ് പ്ലീഡേഴ്സായിട്ട് കേരള ഹൈക്കോടതിയിൽ ആളുകൾ വേണം. അപ്പോൾ ഓരോ രാഷ്ട്രീയം അങ്ങോട്ട് മാറുന്നുടനെ ഭരണം അങ്ങോട്ട് മാറിയാൽ അപ്പോഴാണ് പുതിയ ആളുകൾ ഇനി വരികയാണ്. ഈ ഓരോ ആളുകളെ വരുത്തുമ്പോഴും ഓരോ പാർട്ടിയും അവരുടെ ഇത് ഒരുപാട് പണം വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്ന, പല പാർട്ടികളും ചെയ്യുന്നതെന്ന് ഉള്ള വിവരം ഒരു പരസ്യമായ രഹസ്യമാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കൂടുതലും പറയുന്നില്ല അതിനെക്കുറിച്ച്, കാരണം എനിക്ക് ആരെ ആക്ഷേപിക്കാനുള്ള ഉദ്ദേശമില്ല. പക്ഷേ ഇപ്പോഴുള്ള ഈ തീരുമാനം, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ തെരുവിൽ ഈ വിലാപങ്ങൾ, ഈ പാവങ്ങളുടെ വിലാപം മുഴങ്ങുമ്പോൾ അവിടെ അത് കേട്ടോണ്ടിരുന്നിട്ട് അതിൻ്റെ ഒച്ചകൾ അവിടെ അടിച്ചു കയറുമ്പോൾ അതിൻ്റെ ഒരു തീരുമാനം എടുക്കുകയാണ് അവിടെ ഇരുന്നുണ്ട്. എന്താണ്? PSC അംഗങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്, അവർക്കിടെ ശമ്പളം കൂട്ടി കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ കാര്യം. അവരുടെ ശമ്പളം എന്ന് പറയുന്നത് സെലക്ഷൻ ഗ്രേഡ് സെക്ഷൻ ജില്ലാ ജഡ്ജിൻ്റെ ശമ്പളം വേണം. അപ്പോൾ അതിൽ കൂടണം. അവർക്ക് പോലും അത്രയൊന്നും ഇല്ല കേട്ടോ. ഇനി
ഞാൻ ഇവർക്കൊന്നും ഒരു ഇത്തരം ശമ്പളം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ജഡ്ജിമാർക്ക് ഒരുപാട് ശമ്പളം കൊടുക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇതുവരെ ശമ്പളത്തിന് വേണ്ടി മറുപടി കൂട്ടിയിട്ടുമില്ല. എനിക്ക് കിട്ടുന്ന പെൻഷൻ കൂടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടുമില്ല. എനിക്ക് തരുന്ന പെൻഷൻ ഞാൻ വാങ്ങുന്നുണ്ട്, അതേ ഉള്ളൂ. ഇത് ഇപ്പോഴെന്താ കാര്യം? PSC ചെയർമാന്, അതായത് ഇപ്പോൾ കിട്ടിയേക്കുന്നതെന്ന് ഇപ്പം എത്രയെന്നറിയോ? ഇനി അത് അദ്ദേഹത്തിൻ്റെ ശമ്പളം, മാസം വരുമാനം, മൊത്തം ശമ്പളം എന്ന് പറയുന്നത് ഒരു 3.5 ലക്ഷം രൂപ ആകും. ബാക്കി അംഗങ്ങൾക്ക് അവർക്കെല്ലാം 3.25 ലക്ഷം രൂപ ആകും. പിന്നെ യാത്രാബത്ത, ഇത് കൂടാതെ ഇവർക്ക് കാറ്, അതായത് പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ് കാർ വാങ്ങാൻ. ഡ്രൈവറെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്, ഡ്രൈവറുടെ ശമ്പളം കൊടുക്കും. ഇതേപോലുള്ള ഒരുപാട് പാരഫെർണേലിയാസ് ഉണ്ട്. ഇത് കൂടാതെ ഇവർക്ക് യാത്രാബത്ത ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ വലിയ തുകകളാണ്. താമസ സ്ഥലം PSC ചെയർമാന് കൊട്ടാരം പോലുള്ള വീട് കൊടുത്തിട്ടുണ്ട് താമസിക്കാൻ. ബാക്കിയുള്ള അംഗങ്ങൾക്ക് അവർക്ക് ഓരോരുത്തർക്കും വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാം. അതിന് നേരത്തെ 10,000 രൂപയായിരുന്നു, അതിപ്പോൾ 25,000 രൂപയായിട്ട് കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൂടുതൽ കൊടുക്കണം, വാരി കൊടുക്കണം കേട്ടോ. ഇതിനെ 10 എണ്ണത്തിനെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ, 11 എണ്ണത്തിനെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഒരാശ്വാസം നമുക്കുണ്ടായേനെ. കാരണം അത്രത്തോളം പണം നമുക്ക് ലാഭിക്കാമായിരുന്നു. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വെക്കാനുള്ളതാണ്. ഇതൊരൊറ്റ രാഷ്ട്രീയ പാർട്ടി പറയത്തില്ല. കാരണം എന്താണെന്നറിയോ? അടുത്ത പാർട്ടി വന്നു കഴിഞ്ഞാൽ അവർക്കും ഇത് തന്നെ വേണമല്ലോ. അതുകൊണ്ട് അവരാരും ഇതിന് ഞാൻ ഈ പറയുന്നതിനെ അനുകൂലിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ നാട്ടിലെ പാവങ്ങളും സാധാരണക്കാരും, നിങ്ങൾ കേൾക്കുന്നവർ, രാഷ്ട്രീയക്കാർ വരെ ഒന്ന് തിരിച്ചറിയണം. ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ അണികളുണ്ടല്ലോ, അണികളൊന്ന് മനസ്സിലാക്കണം. ഇതിലെ കള്ളക്കളി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ ഈ പോസ്റ്റ്? ഇല്ല. ഇത് അതിൽ പണമുള്ളവനും പിടിപാടുള്ളവനും രാഷ്ട്രീയമായിട്ട് വലിയ പിടിപാടുള്ളവനും കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം സൂക്ഷ്മമായി. മരിക്കുന്നവരെമ്മനൊക്കെ പെൻഷനും ഉണ്ട്. അതാ കാര്യം. 5 വർഷം ഇരുന്നിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ആളും കയറും, പക്ഷേ അവിടെ പെൻഷനുണ്ട്. ഇത്രയും വലിയ ഒരു കാര്യം. അതുപോലെ മെഡിക്കൽ എയ്ഡ് മുഴുവൻ മരിക്കുന്നവരെ വൈദ്യസഹായം ഫ്രീ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ പണമില്ലെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ പണമില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ അഴിമതി മൂലം മൂലവുമാണ് പണമില്ലാതാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കാൻ ഇവിടെ പൈസയില്ല. പക്ഷെ മന്ത്രിമാർക്ക് ഇനി അവരുടെ കാറ് പുതുക്കി വാങ്ങുന്നതിന് ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ 100 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പെൻഷൻ എന്തുമാത്രം കൂട്ടിക്കൊടുക്കാമെന്ന് ഒന്ന് ചിന്തിക്കട്ടെ. ഈ പാവങ്ങൾക്ക് ഒന്ന് ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ധാരണ അത് പിച്ചക്കാശാണെന്നാണ്. അങ്ങനെയല്ല, അവരുടെ അവകാശമാണ്, അല്ല നിങ്ങളുടെ ഔദാര്യമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ ക്ഷേമ പെൻഷൻ. അതുപോലെ ഈ ആശാ വർക്കർമാർ കിടന്ന് കഷ്ടപ്പെടുന്നേ, അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കണം. അത് ചെയ്യുന്നില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ആ പാവങ്ങളുടെ കാര്യം. അത് നിർബന്ധമായിട്ടും അത് വർദ്ധിപ്പിക്കണം. അതിന് പകരം ഈ 100 കോടി രൂപ ബജറ്റിലുള്ളതുണ്ടല്ലോ, ഈ കാറുകൾക്ക് വകയിരുത്തിയേക്കുന്നത് ഇങ്ങോട്ട് മാറ്റണം. സൈക്കിളിൽ പോകുന്ന മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും, സൈക്കിളിൽ. പിന്നെ ബസ്സിൽ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും. ഇവിടുത്തെ മന്ത്രിമാരും ഇവിടെ MLA മാരും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ഇവരെ ശത്രുക്കളാണ്. അതാ കാര്യം. അതുവരെ ജനങ്ങൾ പൊന്നെ പൊടിയെന്നൊക്കെ പറഞ്ഞ് അവരെ പുറകെ നടക്കും. കൊച്ചുങ്ങളുടെ മൂക്കള വിഴിഞ്ഞു ഒക്കെ വോട്ട് വാങ്ങും. എന്ത് ചെയ്ത് ഇത് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി വേണം, മുമ്പിൽ പുറകിലും ആളുകൾ വേണം, 10-40 കാറിൻ്റെ അകമ്പടി വേണം, എല്ലാം വേണം. അതുവരെ എല്ലാം നെഞ്ചും പിരിച്ചൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പ്രസംഗിക്കും. പക്ഷേ ജയിച്ച് ഒരു MLA യോ മന്ത്രിയോ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ഇവർ ശത്രുക്കളാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കി കാഴ്ചപ്പാടൊക്കെ. നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ ധൂർത്ത് കുറയ്ക്കുക. ഈ ധൂർത്തുണ്ടല്ലോ, നിങ്ങൾ ധൂർത്തടിക്കുന്ന പണം പാവങ്ങളുടെ കണ്ണീരാണെന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം. ഒരിക്കലും ഗുണം പിടിക്കത്തില്ല ഇത് വാങ്ങിച്ച് അനുഭവിക്കുന്നവർക്ക്. അത് ഈ PSC അംഗങ്ങളായിട്ടിരിക്കുന്നവരുണ്ടല്ലോ, അവർ മുമ്പോട്ട് വന്ന് അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ പറയണം ഞങ്ങൾക്കിത് വേണ്ടെന്ന്. അത് പറയാനുള്ള ഒരു ധാർമ്മികത എങ്കിലും. നിങ്ങൾ രാഷ്ട്രീയക്കാരായിരുന്നല്ലോ, നിങ്ങൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളല്ലേ, നിങ്ങൾ ഒന്ന് പറയണം ഞങ്ങൾക്കിത് വേണ്ടെന്ന്. ഇത് ഈ PSC കൊണ്ട് ഇവിടെ ഒരു ഉപയോഗവും ഇല്ല, ഒരു കാര്യമില്ല. പിന്നെ ഉള്ളതായിക്കോട്ടെ, ഇങ്ങനൊരു സ്ഥാപനം വേണമല്ലോ, അതിന് ഏറ്റവും കൂടിയത് ഒരു 10 അംഗങ്ങളെ നിലനിർത്തിക്കൊള്ളൂ.
ഈ 11 പറഞ്ഞേക്കുക, പിരിച്ചയക്കുക. അയച്ചു കഴിഞ്ഞാൽ ഈ നാടിന് അത്രത്തോളം പണം കിട്ടും, ബാക്കി ബാലൻസ് കിട്ടും. അത് ക്ഷേമ പ്രവർത്തനത്തിന് ഉപയോഗിക്കാം. അങ്ങനെ തീരുമാനം എടുക്കുക. മന്ത്രിമാർക്ക് 100 കാറുകൾ, പുതിയ 100 കോടി രൂപ കാറുകൾ പുതുക്കാൻ, അതൊന്നും വേണ്ടാന്ന് വെക്കണം. അല്ലെങ്കിൽ അല്പം കുറഞ്ഞ കാറ് നിങ്ങൾ വാങ്ങിക്കോളൂ. ഒരു പബ്ലിക്കിൻ്റെ പണമല്ലേ. ഈ നാട്ടിൽ പാവങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്? പിന്നെ നിങ്ങളുടെ കാഴ്ചപ്പാട് എനിക്കറിയാം. കാരണം കാറിനകത്ത് കയറേണ്ട കാര്യമില്ല, നടന്നു പോയാൽ പോരെ എന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാനതിൽ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ KSRTC എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ടല്ലോ. എത്രയോ പാവപ്പെട്ട ആളുകൾ അതിൽ വർക്ക് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. അവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും മന്ത്രി വളരെ കഷ്ടപ്പെട്ട് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. മന്ത്രിയെ ഞാൻ കുറ്റം പറയുന്നില്ല. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേശൻ എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന ആളാണ്, മിടുക്കനാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അദ്ദേഹത്തിനും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലും ഇല്ല, കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഈ രീതിയിൽ ശമ്പളം അനാവശ്യമായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. ഇഷ്ടമുള്ള ആളുകൾക്കെല്ലാം വാരിക്കോരി കൊടുക്കാൻ ഇവരുടെ പണമുണ്ട്. പക്ഷേ ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ ഇവരുടെ പണമില്ല. ഇതിനൊരു വ്യത്യാസം വന്നേ തീരും. പണ്ട് രാജഭരണകാലത്ത് വരേണ്യവർഗങ്ങൾക്ക് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്. ബ്രാഹ്മണർക്ക് വല്ലതും കൊടുക്കും, കൊടുത്തതിന് ബാക്കി ഉണ്ടെങ്കിലുണ്ട്, ബാക്കിയുള്ളതും തിന്നാൽ മതി. അങ്ങനെയുള്ളൂ. അവരുടെ കാര്യം കഴിഞ്ഞതിന് ശേഷം അവർക്കാണ് എല്ലാ വരുമാനവും, ബാക്കിയുള്ളവർക്ക് അതിൻ്റെ അവശേഷം മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴും സ്വേച്ഛാധിപത്യ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ആ രീതിയിൽ രാജഭരണം എന്നേ പറയാൻ ഒക്കുള്ളൂ. ഒരു സ്വേച്ഛാധിപതി ഭരിക്കുന്നു. അപ്പോൾ ബാക്കി ഇഷ്ടമുള്ളവർക്കും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കും ഉയർന്നു വരേണ്യവർഗത്തിലുള്ളവർക്കും ഒക്കെ കൊടുത്തതിന് ശേഷം ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ക്ഷേമത്തൊഴിലാളിക്ക് ക്ഷേമ പെൻഷനോ അല്ലെന്നുണ്ടെങ്കിൽ ആശാ വർക്കർമാർക്കോ ഒക്കെ കൊടുത്താൽ മതി. അവരുടെ കരച്ചിലുകൾ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ജനങ്ങൾ തിരിച്ചറിയണം.